PV അൻവർ വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്. നമുക്ക് അതിലേക്കൊന്ന് പോകാം. ചെയർമാൻ എന്ന നിലക്ക് കക്ഷി ചേർന്നിട്ടുണ്ട് ഞാൻ. അത് കഴിഞ്ഞ് ഗ്രീൻ ട്രിബ്യൂണൽ അന്ന് കേസ് നടത്തിയിട്ടുണ്ട്. അന്ന് ഇവിടുത്തെ യൂണിറ്റുകളെ വേർതിരിക്കണം. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അന്ന് വില്ലേജ് ആയിരുന്നു. കേരളം നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വിഷയം എന്താണ്? നിങ്ങളും കൂടെ അത് മനസ്സിലാക്കണം. ഈ കാര്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. ഇവിടെ മറ്റു സംസ്ഥാനങ്ങളിലെ പോലെ റിസർവ് ഫോറസ്റ്റ് മാത്രമല്ല കേരളത്തിലുള്ളത്. 977 ഇവിടെ നിയമങ്ങൾ ശക്തമായപ്പോൾ empty ആയി കിടന്ന ഒരുപാട് ഭൂമികൾ, റവന്യൂയുടെ കയ്യിലുണ്ടായിരുന്ന ഭൂമികൾ, ആ ഭൂമികൾ ഫോറസ്റ്റിന് കൈമാറിയപ്പോൾ എന്ത് സംഭവിച്ചു? മനുഷ്യർ ജീവിക്കുന്ന ഏരിയയിൽ 25 ഏക്കർ ഫോറസ്റ്റിന് കൊടുത്തു, 50 ഏക്കർ കൊടുത്തു, 100 ഏക്കർ കൊടുത്തു, 200 ഏക്കർ കൊടുത്തു. എന്തിനേറെ പറയുന്നു, 2 ഏക്കർ ഭൂമി വരെ ആ കാലഘട്ടത്തിൽ റവന്യൂ ഇവർക്ക് കൈമാറി. ഇവിടെയൊക്കെ എന്തു പറ്റി? വനവൽക്കരണം നടന്നു. അപ്പോൾ കേരളത്തിലെ ഒരു പൊതുസ്ഥിതി എന്ന് പറയുന്നത് ഒരു 100 ഏക്കർ കാടുണ്ടാവും, അതിൻ്റെ അപ്പുറത്തൊരു വില്ലേജ് ഉണ്ടാവും, അതിൻ്റെ അപ്പുറത്ത് 10 ഏക്കർ കാടുണ്ടാവും, അതിൻ്റെ അപ്പുറത്തൊരു വില്ലേജ് ഉണ്ടാവും. അപ്പോൾ ഇടകലർന്നു മനുഷ്യ ജീവിതവും ഫോറസ്റ്റും ഇടകലർന്ന ഒരു സാഹചര്യം ഭൂമിശാസ്ത്രപരമായിട്ട് മാറിയ ഒരു സ്ഥലമാണ് കേരളം. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ജനങ്ങൾ പോയി ഫോറസ്റ്റിൽ വീട് വെച്ചതല്ല, ജനങ്ങൾ നിൽക്കുന്നിടത്തേക്ക് ഫോറസ്റ്റിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് കേരളം. അവിടെയാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. റിസർവ് ഫോറസ്റ്റിലേക്ക് ആരെങ്കിലും പോകുന്നുണ്ടോ? അത് റിസർവായി കിടക്കും. എവർഗ്രീൻ ഫോറസ്റ്റ് ഉണ്ട്, അത് എവർഗ്രീൻ ഫോറസ്റ്റായി കിടക്കും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇവിടെ വന്യജീവികൾ വന്നുകൂടാൻ തുടങ്ങി. ഇതവിടെ ആവാസ വ്യവസ്ഥ അവരുടെ കേന്ദ്രങ്ങളായി മാറി. ഇത് വരുന്ന സമയത്ത് തന്നെ ഇവിടുന്ന് ഇവരെ തുരത്താനുള്ള നിലപാട് ഗവൺമെൻറ് തീരുമാനിക്കേണ്ടിയിരുന്നു. അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് ഭാഗത്തുനിന്നുണ്ടായില്ല. അപ്പോൾ നിലമ്പൂരിനെ സംബന്ധിച്ച് ഞാൻ പ്രത്യേകം പറയുകയാണെങ്കിൽ 70% ഫോറസ്റ്റാണ്. എങ്ങനെ 70%? അതിൽ 30% താഴെയാണ് റിസർവ് ഫോറസ്റ്റ് ഉള്ളത്. ബാക്കി വരുന്ന 40% ഇങ്ങനെ പിടിച്ചെടുത്താണ്. അപ്പോൾ ഒരു റോഡ് ഇങ്ങനെ പോകും, അവിടെ ഫോറസ്റ്റ് ഉണ്ടാവും, അവിടെ ടാർ ചെയ്യാൻ സമ്മതിക്കില്ല. ഇലക്ട്രിക് ലൈൻ ഇങ്ങനെ വന്നാൽ അവിടെ നിർത്തണം, അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. കുടിവെള്ള ലൈൻ ഇപ്പുറത്ത് നിർത്തണം, അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. ഇതൊന്നും മുമ്പുണ്ടായിരുന്നില്ല. ഇപ്പോൾ എല്ലാവരും കൂടി ഇത് വളഞ്ഞിട്ട് പിടിക്കുകയാണ്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ യഥാർത്ഥത്തിൽ പരിപൂർണമായിട്ടും സാമൂഹ്യ വിരുദ്ധരായി ഗുണ്ടകളായി മാറും ഈ നിയമം വന്നാൽ. നിങ്ങൾ എഴുതി വെച്ചോ, കേരളത്തിലെ ഒഫീഷ്യൽ ഗുണ്ടകൾ ആരാണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരായി മാറ്റുന്ന നിയമമാണ്. ഇന്ന് തന്നെ അവരുടെ സാന്നിധ്യം, അവരുടെ അക്രമം നമുക്ക് താങ്ങാൻ കഴിയുന്നില്ല. ഇവിടെ മൃഗങ്ങളെ കേരളത്തിലേക്ക് ആകർഷിക്കുകയാണ്, ജനവാസ മേഖലയിലേക്ക് ആകർഷിക്കുകയാണ്. ഫോറസ്റ്റിൻ്റെ അകത്തുണ്ടാകേണ്ട ആനക്കടക്കം തിന്നാനുണ്ടാവേണ്ട ഭക്ഷ്യവസ്തുക്കളില്ല. കാര്യമായിട്ട് ഓടയും മുളയുമാണ്. ഈ മലമ്പ്രദേശത്തൊക്കെ മുമ്പ് കണ്ടമാനുണ്ടായിരുന്നു. ഇന്ന് അതൊക്കെ അവർ വെട്ടി വെളുപ്പിച്ചു. അവിടെ വേറെ ആനക്ക് തിന്നാൻ പറ്റാത്ത വൻമരങ്ങൾ പിടിപ്പിച്ചു. സ്വാഭാവികമായിട്ടും ഈ ആന ഭക്ഷണം കഴിക്കാൻ എങ്ങോട്ട് പോകും? കാട്ടിലെ ആനക്ക് തിന്നാനൊന്നുമില്ല. തിന്നാൻ കിട്ടാതെ ആകുമ്പം ആനകൾ ഈ ഭക്ഷണം തേടി വരികയാണ്. ഭക്ഷണം തേടി ആനകളെ വരുത്തുകയാണ്. കുടിവെള്ള സ്രോതസ്സുകൾ സ്വാഭാവികമായിട്ട് കാട്ടിൻ്റെ അകത്തുണ്ടായിരുന്ന സ്രോതസ്സുകൾ പലതും മണ്ണിടിഞ്ഞു പോയി, പലതും ഇവർ തന്നെ തൂർക്കുന്നു എന്നുള്ള പരാതി പോലും തമിഴ്നാട്ടിൽ നിന്നുണ്ട്. ഓവാലി എന്ന് പറയുന്നൊരു പഞ്ചായത്തുണ്ട് നമ്മുടെ തൊട്ടടുത്ത്, നിലമ്പൂരിന് ഗൂഡല്ലൂർ കയറി. നിങ്ങളത് പോയി നോക്കണം. 45,000 മനുഷ്യർ ജീവിച്ചിരുന്ന നാടാ. ഇന്ന് അവിടെ 5,000 ആളില്ല. നിങ്ങൾ പോയി നോക്കിയാൽ ഇത് യുദ്ധക്കളമാണെന്ന് തോന്നും. അത്രയും വീടുകൾ ഇട്ടിറങ്ങിയ ആളുകൾ പോന്നു. കാരണം ജീവിക്കാൻ മാർഗമില്ല. ആ ഓവാലി പഞ്ചായത്തിൻ്റെ അവസ്ഥ കേരളത്തിലെ മലയോര മേഖലയ്ക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ മൃഗങ്ങൾക്ക് വേണ്ട ആവശ്യമായ ഭക്ഷണവും വെള്ളവും വൻകാടുകളിൽ റിസർവ് ഫോറസ്റ്റിൽ ഒരുക്കേണ്ട ഫോറസ്റ്റ് അവിടെ മുഴുവൻ വെട്ടി നിരത്തി ഇതുപോലെ മരം സൃഷ്ടിച്ചു. ഇതാണ് ഒന്ന്. രണ്ടാമത്, കോഴിക്കോട്ടങ്ങാടിയിൽ എങ്ങനെയാണ് പുലി വരുന്നത്? നിങ്ങൾ ആലോചിക്കണം. മഞ്ചേരി എങ്ങനെയാണ് വരുന്നത്? തിരുവനന്തപുരത്ത് വരും, സെക്രട്ടേറിയറ്റിനകത്ത് പുലി വരും. അധിക താമസമൊന്നുമില്ല. എന്താ കാരണം? ഇവിടെ പല ആളുകളും പറയുന്നത് ഈ മനുഷ്യരെ നിർബന്ധിത സാഹചര്യം ഉണ്ടാക്കി കാട്ടിൽ നിന്ന് ഇറക്കി വിടാനുള്ള പല രീതിയിലുള്ള ഗൂഢാലോചനകളും ഈ പറയുന്ന ലോബിക്കകത്ത് നടക്കുന്നുണ്ട്. ഇതൊരു ഇന്റർനാഷണൽ ലോബിയുടെ ഇടപെടലാണ്. പത്രക്കാർ ദയവായിട്ട് അതുകൂടെ ഒന്ന് മനസ്സിലാക്കണം. നമ്മുടെ പശ്ചിമഘട്ടം എന്ന് പറയുന്നത് ഇവിടുന്ന് കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച് കേരളത്തിൻ്റെ കിഴക്കൻ അതിർത്തിയിലൂടെ കടന്നുപോയി മംഗലാപുരത്തു കൂടെ പോയി, അത് കഴിഞ്ഞ് ഗോവയുടെ വടക്കൻ അതിർത്തി കഴിഞ്ഞ് മഹാരാഷ്ട്ര കഴിഞ്ഞ് ഗുജറാത്തിൽ പോയിട്ടാണ് ഈ പശ്ചിമഘട്ടം അവസാനിക്കുന്നത്. ഈ മേഖലകളിലെ മുഴുവൻ ഇവിടുത്തെ വനസാന്നിധ്യം നമുക്കറിയാം. ആഗോളതാപനം വർദ്ധിക്കുകയാണ്. ആഗോളതാപനം വർദ്ധിക്കുന്നതിന് ഇവിടെ അതിനെ നിയന്ത്രിക്കാൻ കാടുകൾ തന്നെയാണ് വേണ്ടത്. അപ്പോൾ പശ്ചിമഘട്ടം അതിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ആ പശ്ചിമഘട്ടത്തെ വനവ്യാപ്തി വർദ്ധിക്കുക എന്ന് പറയുന്നത്
ലോകത്തിൻ്റെ ആവശ്യമാണ്. ആ ലോകത്തിൻ്റെ ആവശ്യം നിറവേറ്റാനാണ് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, അവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം പ്രതിസന്ധിയിലാകുമ്പോൾ അവർക്ക് സപ്പോർട്ട് ചെയ്യണം ആര്? ഗവൺമെൻറ്. അത് നമ്മുടെ ഗവൺമെൻറ് ചെയ്യേണ്ട, ലോകത്തിൻ്റെ ആവശ്യമാണ് പശ്ചിമഘട്ടത്തിൻ്റെ വനവ്യാപ്തി വർദ്ധിപ്പിക്കൽ. അപ്പോൾ അതിലേക്ക് കൊടുക്കുന്ന ഫണ്ടാണ് നമ്മൾ ഈ പറയുന്ന കാർബൺ ഫണ്ട്. എന്തുകൊണ്ടാണ് കാർബൺ ഫണ്ട്? ലോകത്ത് കാർബൺ ഉൽപ്പാദിപ്പിക്കുന്നത്, അതായത് വലിയ ഇൻഡസ്ട്രിയൽ രാജ്യങ്ങൾ ഈ കാർബൺ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ആ കാർബൺ ചൂട് വർദ്ധിക്കുന്നുണ്ട്. നമ്മുടെ വാഹനമൊക്കെ ഇപ്പോൾ എന്താ പെട്രോൾ മാറ്റി ഡീസൽ മാറ്റി പെട്രോളും CNG ആക്കുന്നത്? പുക നിയന്ത്രിക്കാനാണ്, കാർബൺ നിയന്ത്രിക്കാനാണ്. ഇതിൻ്റെ ആവശ്യം എന്താണ്? ഇത് പ്രകൃതിയിലേക്ക് ഒരുപാട് ചൂട് വർദ്ധിക്കുന്നുണ്ട്. ഇത് ഒഴിവാക്കാൻ, ഇത് നിയന്ത്രിക്കാൻ പല വ്യവസായ രാജ്യങ്ങളും അവർ ഉൽപ്പാദിപ്പിക്കുന്ന വ്യവസായങ്ങൾ കുറക്കണം എന്ന് പറഞ്ഞു പോകാൻ തയ്യാറായില്ല. അങ്ങനെയാണ് 2014-15 15 പാരീസിൽ വെച്ചിട്ട് യുണൈറ്റഡ് നേഷൻസ് ഇങ്ങനെ സമ്മേളനം നടത്തുന്നത്. പാരീസ് കോൺഫറൻസ് എന്ന് അതിന് പറയാം.